ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തിനെ പറ്റിയാണെന്നറിയാവോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയെ പറ്റിയിട്ടാണ്, ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ആളാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവിയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഓവിയ ഫെമിലിയർ ആണോ എന്ന കാര്യം എനിക്കറിയില്ല, പക്ഷേ ബിഗ് ബോസ് സീസൺ തമിഴ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഓവിയ ഫെമിലിയർ ആയിരിക്കും. അത് ഏത് സീസൺ കണ്ടിട്ടുണ്ടെങ്കിലും ഓവിയ ഫെമിലിയർ ആയിരിക്കും. ബിഗ് ബോസിൽ പല സീസൺസ് വന്നിട്ടുണ്ടെങ്കിലും പല കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിലും ഓവി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര ഇമ്പാക്റ്റ് തന്നെയായിരുന്നു. അത്രമാത്രം ഫാൻ ഫോളോവിങ്ങും അത്രമാത്രം സപ്പോർട്ടും നേടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് മേ ബി ബിഗ് ബോസിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഒരു സീസണിൽ നമുക്ക് എല്ലാവർക്കും പലരെയും ഇഷ്ടമായിരിക്കുമല്ലോ. ഒരാൾക്ക് ഒരാളെ ഇഷ്ടമായിരിക്കും, വേറൊരാൾക്ക് വേറൊരാളെ ഇഷ്ടമായിരിക്കും. പക്ഷേ ഓവിയെ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്ന ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് നമ്പർ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതും ബിഗ് ബോസ് തമിഴ് സീസൺ 1 ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഓവിയ എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഇന്ന് ഓവിയുടെ ബർത്ത്ഡേ ആണെന്ന്, 29th April. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഓവിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓവിയയിൽ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്വാളിറ്റീസ്, ഓവിയയിൽ നമ്മൾ ഇൻസ്പയർ ആവാൻ തക്കവണ്ണം ഒരുപാട് ക്വാളിറ്റീസ് ഓവിയയ്ക്കുണ്ട്. സോ അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓവിയെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതിലുള്ള മെയിൻ റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആളുടെ ആ ബോൾഡ്നെസ്സും പിന്നെ അതുപോലെ തന്നെ അൺഷേക്കബിൾ ആയിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓവിയെ സെൽഫ് റെസ്പെക്ട് ക്വീൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആരുടെയും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ആൾ ബെഗ് ചെയ്തിട്ടില്ല, ആരുടെയും വാലിഡേഷൻ സീക്ക് ചെയ്തിട്ടുമില്ല. ഏത് സിറ്റുവേഷനിൽ വോക്ക് അവേ ചെയ്യണമെന്ന കാര്യം ഓവിക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. പേരിനും പുകഴിനും വേണ്ടിയിട്ട് ഒരിക്കലും ഒരു മോശം ഗെയിം ഓവിയ കളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അല്ലാതെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആളുടെ ആ ജെനുവിനിറ്റി എന്ന് പറയുന്നത്. പിന്നെ ആൾ ഭയങ്കര ചിയർഫുൾ ആയിരുന്നു. ഏതൊരു ചെറിയ ചെറിയ കാര്യത്തിനും, വളരെ സിമ്പിളായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ പോലും അതിലൊരു ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട് ഓവിയയ്ക്ക് പറ്റുമായിരുന്നു. അത് തന്നെയായിരിക്കും മേ ബി ഒരുപാട് ആൾക്കാർ ഓവിയയിൽ അട്രാക്റ്റ് ആയതും ചിലപ്പോൾ ആ ക്വാളിറ്റി കൊണ്ടിട്ടായിരിക്കും. പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ആ എമ്പതി. ആ ബിഗ് ബോസ് ഹൗസിലെ ഒരു കണ്ടസ്റ്റൻ്റ് വന്നിട്ട് മറ്റുള്ള എല്ലാവരുമായി ടാർഗറ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഓവിയ മാത്രം ആൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നതും ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇമോഷണലി ഓണസ്റ്റ് ആയിരുന്നു. എല്ലാ പോയിന്റിലും ആളെ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു നാണക്കേടോ അങ്ങനെ ഒന്നും വിചാരിക്കാതെ എല്ലാ ഫീലിങ്സും ആളെ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവിയ ഒരിക്കലും ആ ഹൗസിൽ ഒരു ഫേക്ക് ഡ്രാമയും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മൈൻഡ് ഗെയിമും ഇല്ല, ഒരു ഡ്രാമയും ഇല്ല, ഒരു ആക്ടിങ്ങും ഇല്ല. എന്താണോ ഓവിയ, ആ റിയൽ ഓവിയ ആയിട്ട് തന്നെയാണ് ഓവിയ ആ ഹൗസിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ആളുടെ ആ കോൺഫിഡൻസ്, ആൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്തായിരുന്നു, ഫിയർലെസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്ക് ആരുടെ മുന്നിലും എന്തും പറയാനുള്ള ഒരു ധൈര്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ ചില വൺ ലൈനേഴ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. ലൈക്ക് നിങ്ങൾ ഷട്ടപ്പ് പണ്ണുങ്ക എന്ന് പറയുന്ന പോലത്തെ വൺ ലൈനേഴ്സൊക്കെ ഭയങ്കര ട്രെൻഡായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഒരുപാട് പവർഫുള്ളും ഡോമിനൻറ്റും ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആ സീസണിൽ ഉണ്ടായിരുന്നിട്ടും അവരുടെ മുന്നിൽ പോലും ആൾക്ക് പറയാനുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് യാതൊരു മടിയും ഓവിയ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ അത്യാവശ്യം വളരെ ഫിയർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയായിരുന്നു. ആൾ ശരിക്കും ഹോണസ്റ്റും ആയിരുന്നു. പിന്നെ അത്രയും പ്രഷറിലും ആളുടെ ആ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ എന്താ പറയുക, സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് ആളുകളാൽ അവിടെ ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടും പിന്നെ അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടും ഒരുപാട് പേര് ബുള്ളി ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ശരിക്കും പറഞ്ഞാൽ ഓവിയ അവിടെ സർവൈവ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഓവിയയുടെ ആ മെൻ്റൽ സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ്. ഗ്രൂപ്പിസത്തിലൊന്നും പോവാതെ തനിയെ തന്നെയാണ് ആ ഹൗസിൽ ഓവിയ നിന്നിട്ടുണ്ടായിരുന്നത്. ഓവിയയുടെ സെൽഫ് വർത്ത്, പിന്നെ മറ്റുള്ളവരുമായിട്ട് ഓവിയ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന കാര്യം, അതൊക്കെയും വളരെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവിയ ഒട്ടും ജഡ്ജ്മെൻ്റൽ ആയിരുന്നില്ല. ആരെയും ഓവിയ ജഡ്ജ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ആ ഹൗസിൽ വെച്ചിട്ട് ആരെയുമേ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ ഓവിയ ഒന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ പലരും ഒരിടത്ത് ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ബാക്കിൽ പോയി ആളുടെ കുറ്റം പറയുന്ന സമയത്ത് ഓവിയ ഒരിക്കൽ പോലും ഒരാളുടെയും ബാക്കിൽ ചെന്നിട്ട് സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. എന്ത് പറയണോ അത് ഫേസ് ടു ഫേസ് പറയുക, അത് കഴിയുക. ആ ഒരു രീതിയിൽ തന്നെയാണ് ഓവിയ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ഒരു ക്വാളിറ്റി എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. അത് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി പോസിറ്റീവ് വേ ഓവിയ ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓവിയയുടെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഞാൻ ആ ഗെയിം ഷോയിൽ കണ്ടത് എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുമുണ്ട്. ലൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പലരും ആ ഹൗസിൽ ബിഹേവ് ചെയ്യുന്ന രീതി നോക്കിയിട്ട് ഇങ്ങനെയൊന്നും നമ്മൾ ആയിക്കൂടാ എന്ന് ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ ഓവിയയുടെ ഒരുപാട് പോസിറ്റീവ് ക്വാളിറ്റീസ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുമുണ്ട്. ഷി വാസ് അൺഅപ്പോളജറ്റിക്കലി ഹെർസെൽഫ്.
ഓവി ഒരിക്കലും ഒരിടത്ത് ഫിറ്റിൻ ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നോക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റാരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ പേഴ്സണാലിറ്റി ഓവിയ ചേഞ്ച് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. ഇതുകളുടെ റിയൽനെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു ആളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവസാനം ഓവി ആ ഷോയിൽ നിന്ന് വോക്ക് ഔട്ട് ചെയ്ത സമയത്ത് അത്യാവശ്യം ഒരുപാട് പേരും ഒരുപാട് വിഷമിച്ച ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു അത്. പക്ഷേ ആ വോക്ക് ഔട്ട് ചെയ്തത് ഒരു ഡിഗ്നിറ്റിയോടെയാണ് ആൾ അവിടെ നിന്ന് വോക്ക് ഔട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ വോക്ക് ഔട്ട് ചെയ്ത സമയത്തും അതിൽ ഓവിയെ പ്രൂവ് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ പീസ് എന്ന് പറയുന്നതാണ് ഈ പോപ്പുലാരിറ്റിയെക്കാളും ഒരുപാട് ഇമ്പോർട്ടൻ്റ് എന്ന കാര്യം ഓവി അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഹൗസിൽ നിന്നിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് ആളുടെ പോപ്പുലാരിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഓവിക്ക് തിരിച്ചകത്തോട്ട് പോകാനുള്ള ചാൻസ് കിട്ടുമ്പോഴും ഓവിയെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. വേറൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മേ ബി എന്താ പറയുക, ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഞാൻ വിൻ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് മേ ബി ഉള്ളിൽ പോവാം. പക്ഷേ ആൾ തിരിച്ചു അകത്തോട്ട് പോകുന്നതിനും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ആളുടെ കൺസെപ്റ്റിൽ എപ്പോഴും ആളുടെ മെൻ്റൽ പീസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന രീതിയിൽ തന്നെ ഓവിയ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നു. ഓവിയ ആ ഷോ വിട്ടു പോയെങ്കിലും എല്ലാവരുടെയും ഹാർട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓവിയ ചിലപ്പോൾ ട്രോഫി വിൻ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഷീ വൺ പീപ്പിൾസ് ഹാർട്ട്. ഓവിയയിൽ നിന്നിട്ട് ഞാൻ പഠിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ട്രെങ്ത് കാണിക്കാൻ നമ്മൾ ഒരിക്കലും മറ്റൊരാളോട് ഷൗട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ട്രെങ്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം ഞാൻ ഓവിയയിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. ഒരുപാട് ബുള്ളി ചെയ്യപ്പെട്ടിട്ടും ഒരുപാട് മോക്ക് ചെയ്യപ്പെട്ടിട്ടും ഒരിക്കലും ആളുടെ ലൈറ്റ് ഒരിക്കലും നഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ആരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവിയ ചേഞ്ച് ആയിട്ടും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു ക്രൗഡിനെയും നമ്മൾ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യു ജസ്റ്റ് ഹാവ് ടു ബി യു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓവിയയുടെ ബർത്ത്ഡേ ആണെന്ന് കണ്ടപ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എനിക്ക് എന്താ പറയുക, ഓവിയെ പറ്റിയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഇന്ന് വീഡിയോ ഇടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഓവിയെ പറ്റിയിട്ട് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഓവിയയിൽ ഞാൻ ഇൻസ്പയർ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആയിരുന്നു. ഇതുപോലത്തെ ക്വാളിറ്റി ഞാനും ഒരുപാട് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാനും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷോ കണ്ടിട്ട് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് കാരണം എല്ലാ ക്വാളിറ്റീസ് എങ്കിലും നമുക്ക് നല്ല പോസിറ്റീവ് ക്വാളിറ്റീസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇന്ന് ആളുടെ ബർത്ത്ഡേ ആണെന്ന് കണ്ടപ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ വീഡിയോ. നിങ്ങളുടെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.